നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണിവയൽ സ്കൂൾ പ്രധാനാധ്യാപകനെ സ്ഥലം മാറ്റിയ സംഭവം. സ്കൂൾ സംരക്ഷണ സമിതിയും വിദ്യാർത്ഥികളും AE ഓഫീസ് ഉപരോധിച്ചു. സ്കൂളിൽ ഹാജരാകാതെയും വിദ്യാർത്ഥികൾ. കുഞ്ഞിമംഗലത്തെ വിദ്യയുടെ തിരോധാനം. DYFI പ്രവർത്തകർ രംഗത്ത്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അധികൃതരിൽ സമ്മർദ്ദം ചെലുത്താനും തീരുമാനം. പുതിയങ്ങാടി ഫിഷറീസ് പരിസരത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ജനങ്ങൾക്ക് ദുരിതമാകുന്നു. കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തം. വായ്പെടുത്ത തുക കൊണ്ട് വിളവിറക്കിയില്ലെങ്കിലും നെല്ല് സംഭരണം പാളിയതോടെ പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുകയാണ് കർഷകർ. കാണാം പുതിയ കാർഷിക പദ്ധതി. കണ്ണീര് കൊയ്യുന്ന കർഷകർ. ജീവകാരുണ്യ രംഗത്ത് സാന്ത്വനത്തിന്റെ കരസ്പർശവുമായി തൃക്കരിപ്പൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി. വാർത്തകൾ വിശദമായി. കണ്ണിവയൽ ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാനാധ്യാപകനെ സ്ഥലം മാറ്റിയ സംഭവം. സ്കൂൾ സംരക്ഷണ സമിതിയും വിദ്യാർത്ഥികളും AE ഓഫീസ് ഉപരോധിച്ചു. സമരം ഈസ്റ്റേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോമിന ജോണിയാക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ആഴ്ചയാണ് കാസർഗോഡ് DD കണ്ണിവയൽ UP സ്കൂളിലെ പ്രധാനാധ്യാപകനായ ഗോപാലകൃഷ്ണൻ മാസ്റ്ററെ തവനം UP സ്കൂളിലേക്ക് സ്ഥലം മാറ്റിയത്. പെൻഷൻ പറ്റാൻ 4 മാസം മാത്രം ബാക്കിയിരിക്കെ അധ്യാപകനെ സ്ഥലം മാറ്റിയതിലും സ്വഭാവദൂഷ്യമുള്ള അധ്യാപകനെ പകരം നിയോഗിച്ചതിലും പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ കുട്ടികളെ TC വാങ്ങി മറ്റു സ്കൂളുകളിലേക്ക് മാറ്റാനാണ് രക്ഷകർത്താക്കളുടെ തീരുമാനം. ഈസ്റ്റേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. PTA കമ്മിറ്റിയും രക്ഷിതാക്കളും തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് നടക്കുന്ന സമരത്തിന്റെ അടിസ്ഥാനത്തിൽ മേലധികാരികൾ കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ബുധനാഴ്ച അവർ TC വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിലെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിനെ തകർക്കുവാനുള്ള ഗൂഢനീക്കത്തിന് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ഡയറക്ടറെ സംബന്ധിച്ച് DDയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അറിവിലേക്ക് പറയുകയാണ്, ഈ സ്കൂളിലെ കുട്ടികൾ TC വാങ്ങിയാൽ തൊട്ടടുത്ത് മാന്യമായി പഠിക്കുന്ന മറ്റു സ്കൂളുകളുണ്ട്. സന്തോഷ് നൂർനാണി അധ്യക്ഷത വഹിച്ചു. സണ്ണി കൊയ്ത്തുരുത്തിൽ, മറിയാമ്മ ചാക്കോ, പുഷ്പമ്മ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നവംബർ 10 മുതൽ ടിപ്പർ ലോറികൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നു. പയ്യന്നൂർ മേഖലയിൽ ഉൾപ്പെടെ നഗരസഭാ അതിർത്തിയിലും 12 ഗ്രാമപഞ്ചായത്തുകളിലുമാണ് അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. ഇതിന് മുന്നോടിയായി തൊഴിലാളികൾ പയ്യന്നൂർ നഗരത്തിൽ പ്രകടനം നടത്തി. ടിപ്പർ ലോറികൾ നവംബർ 5 തീയതി മുതൽ പയ്യന്നൂർ ഏരിയയിൽ നഗരസഭാ പ്രദേശത്തും 12 ഗ്രാമപഞ്ചായത്തുകളിലുമായി പണിമുടക്കിലാണ്. ചരൽ മണ്ണ് കയറ്റി ഇറക്കുന്ന വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തുകൊണ്ട് 5,000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴ ചുമത്തുകയും വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ തുടർന്ന് സർവീസ് നടത്താൻ കഴിയാത്തതിനാൽ നവംബർ 5 തീയതി മുതൽ ഈ പ്രദേശങ്ങളിലെ ടിപ്പർ ലോറികൾ മുഴുവൻ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. 2015 ഫെബ്രുവരിയിലും 2016 മാർച്ച് മാസത്തിലും ഇതിനു മുൻപ് ഇതേ വിഷയത്തിലൂന്നി തൊഴിലാളികൾ അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു. ജനപ്രതിനിധികളും ജില്ലാ കളക്ടറും ഇടപെട്ട് താൽക്കാലികമായി ഉണ്ടാക്കിയ പരിഹാരങ്ങൾക്ക് ശേഷം തൊഴിൽ പുനരാരംഭിച്ചുവെങ്കിലും ശത്രുതാപരമായ പോലീസിന്റെ നടപടികൾ വീണ്ടും സമരത്തിലേക്ക് തങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു. ദിവസേന പോലീസ് വാഹനങ്ങളിൽ ചുറ്റിക്കറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന ടിപ്പറുകളെ പിന്തുടർന്ന് പിടികൂടുകയും പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവർമാരെയും ജീവനക്കാരെയും വൻ കുറ്റവാളികളെ പോലെ പീഡിപ്പിക്കുന്നതായും തൊഴിലാളികൾ ആരോപിക്കുന്നു. 2015 മൈനിങ് ആൻഡ് ജിയോളജി നിയമത്തിൽ വന്ന ഭേദഗതികൾ അനുസരിച്ച് ചരൽ മണ്ണ് കടത്തുന്നതിന് പാസ് ആവശ്യമാണ്. പക്ഷേ അത് ഖനനം ചെയ്യുന്നതിന് അനുമതി ലഭ്യമാവില്ല. ഈ സാഹചര്യങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും കെട്ടിടങ്ങളിലും വീടും നിർമ്മിക്കേണ്ട അത്യാവശ്യക്കാരുടെയും ആവശ്യം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് എന്നുള്ള പ്രശ്നത്തിന് ജനങ്ങൾ കൂട്ടായി പരിഹാരം കാണണമെന്നും തൊഴിലാളികൾ പറയുന്നു. കരിവള്ളൂർ പെരളം, കാങ്കോലാലപ്പടമ്പ, എരമംകുറ്റൂർ, കടന്നപ്പള്ളി പാണപ്പുഴ, പെരിങ്ങോം വയക്കര, ചെറുപുഴ, കുഞ്ഞിമംഗലം, ചെറുതാഴം, രാമന്തളി, മാടായി, മാട്ടൂൽ, ഏഴോം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിലാളികളാണ് നവംബർ 5 മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുന്നത്. പണിമുടക്കിന്റെ പ്രചരണാർത്ഥം തൊഴിലാളികൾ ചൊവ്വാഴ്ച രാവിലെ പയ്യന്നൂർ നഗരത്തിൽ പ്രകടനവും നടത്തി. അഭ്യൂഹങ്ങൾക്ക് താൽക്കാലിക വിരാമം. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് 2ാം ഘട്ട പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ടെൻഡർ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. കുറെ കാലത്തെ മന്ദഗതിക്ക് ശേഷമാണ് 2ാം ഘട്ട പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ തീരുമാനമായി. 1ാം ഘട്ട പ്രവൃത്തികളുടെ ഭാഗമായി മേൽക്കൂരയും പ്ലാറ്റ്ഫോമിന്റെയും നിർമ്മാണം മാസങ്ങൾക്ക് മുമ്പേ പൂർത്തിയായിരുന്നു.
അതിനിടെ മഴക്കാലമെത്തിയതാണ് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ വൈകാൻ കാരണമായത്. ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാക്കി മഴ മാറുന്നതോടെ പണി ആരംഭിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. രണ്ടാം ഘട്ടത്തിൽ യാർഡ് നവീകരണവും ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ നിർമ്മാണവുമാണ്. അത് ടെൻഡർ ചെയ്യുന്നതിനുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ രണ്ടാം ഘട്ട പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. യാർഡ് നവീകരണവും അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് കോംപ്ലക്സും പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ബസ്സുകൾക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സംവിധാനം വന്നു ചേരും. മൂന്നാം ഘട്ടത്തിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. രണ്ടാം ഘട്ടം എന്ന നിലയിൽ യാർഡിന്റെയും ശൗചാലയങ്ങളുടെയും പ്രവൃത്തിയാണ് പൂർത്തീകരിക്കേണ്ടത്. 1,95,00,000 രൂപ ചിലവിലാണ് ഒന്നാം ഘട്ട പ്രവൃത്തികൾ നടത്തിയത്. ഒന്നാം ഘട്ട പ്രവൃത്തിയുടെ ഭാഗമായി മേൽക്കൂരയും പ്ലാറ്റ്ഫോമിനും പുറമെ സ്റ്റാൻഡിലേക്ക് പുതിയ റോഡും നിർമ്മിച്ച് ടാറിംഗ് പൂർത്തിയാക്കി. രണ്ടാം ഘട്ട പ്രവൃത്തിയിൽ മൂത്രപ്പുര സ്റ്റാളുകൾ, പാർക്കിംഗ് സൗകര്യം എന്നിവയ്ക്കായി നഗരസഭ 5 കോടിയുടെ എസ്റ്റിമേറ്റ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രവൃത്തി പൂർത്തിയായാൽ 100 ബസ്സുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പുതിയ സ്റ്റാൻഡിലുണ്ടാകും. പയ്യന്നൂരിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലായ പയ്യന്നൂർ പുതിയ സ്റ്റാൻഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്കാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. പയ്യന്നൂർ ജനതയുടെ സ്വപ്നമായ പുതിയ സ്റ്റാൻഡ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കാൻ പോകുന്നു. ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജു സുരേഷ്, നെറ്റ്വർക്ക് ന്യൂസ്. അന്നൂർ സ്വദേശി വിദ്യയുടെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്. സംഭവത്തിലെ നിഗൂഢത പുറത്തുകൊണ്ടുവരാൻ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്തുവാനാണ് ഡിവൈഎഫ്ഐ കുഞ്ഞിമംഗലം നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ തീരുമാനം. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ തെക്കുംപാട് താമസിക്കുന്ന വിദ്യ എന്ന 32 വയസ്സുള്ള യുവതിയെ ഒക്ടോബർ 3 മുതലാണ് കാണാതായത്. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ട് മാസം 1 പിന്നിട്ടിട്ടും ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങൾ ബന്ധുക്കളും നാട്ടുകാരും പയ്യന്നൂർ പോലീസും നടത്തിയെങ്കിലും ഇതുവരെ ഫലം കണ്ടില്ല. സാധാരണ പോലെ അംഗൻവാടിയിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ സ്ത്രീ പിന്നീട് തിരിച്ചെത്തിയില്ല എന്നത് നിരവധി സംശയങ്ങൾക്ക് ഇട നൽകുന്നതായും പ്രവർത്തകർ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. അതിനാൽ തന്നെ സംഭവത്തിൽ ശക്തമായ അന്വേഷണം നടത്തുന്നതിനായി കേരള പോലീസിന്റെ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച് സംഭവത്തിലുള്ള ദുരൂഹത നീക്കണമെന്നും വിധിയെ കണ്ടെത്തുന്നുള്ള നടപടി ഉടൻ സ്വീകരിക്കണമെന്നും പ്രവർത്തകർ മാധ്യമസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാരിലും അധികൃതരിലും സമ്മർദ്ദം ചെലുത്തുന്നതിനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനും ഡിവൈഎഫ്ഐ കുഞ്ഞിമംഗലം സൗത്ത് മേഖലാ കമ്മിറ്റി തീരുമാനിച്ചതായും പ്രവർത്തകർ മാധ്യമസമ്മേളനത്തിൽ പറഞ്ഞു. കെ രാമചന്ദ്രൻ, എ ഉണ്ണികൃഷ്ണൻ, ലിജേഷ് കെ എന്നിവർക്കൊപ്പം വിദ്യയുടെ അച്ഛൻ കുഞ്ഞികൃഷ്ണനും മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. രജത ജൂബിലിയുടെ നിറവിൽ പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന ആതുരാലയത്തിന്റെ ജൂബിലി വിപുലമായ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതരും നാട്ടുകാരും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നവംബർ 19 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 1991 അന്നത്തെ LDF സർക്കാർ ഭരണം വിട്ടൊഴിയുന്ന ഘട്ടത്തിലാണ് ആയുർവേദ ഡോക്ടർ കൂടിയായ അന്നത്തെ ആരോഗ്യമന്ത്രി AC ഷൺമുഖദാസ് പ്രത്യേക താൽപ്പര്യമെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ കണ്ണൂരിൽ ഗവൺമെൻറ് ആയുർവേദ കോളേജ് സ്ഥാപിച്ചത്. കെട്ടിടമില്ലാത്തതിനാൽ ആദ്യ ബാച്ചിൻ്റെ ക്ലാസ് ആരംഭിച്ചത് 1991 ഫെബ്രുവരി 15 കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലായിരുന്നു. പഠന സൗകര്യം തീരെ ഇല്ലാത്തതിനാൽ കോഴ്സിന് ചേർന്ന കുട്ടികൾ പ്രതിഷേധിച്ചപ്പോൾ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന TK ബാലൻ മുൻകൈയെടുത്ത് ജില്ലാ കൗൺസിലിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഗവൺമെന്റ് ടൗൺ ഹൈസ്കൂൾ ഒഴിഞ്ഞുകിടന്ന ക്ലാസ് മുറികൾ ആയുർവേദ കോളേജിന് അനുവദിച്ചത്. ഇരിക്കുവാനുള്ള ബെഞ്ചുകളോടെയും ബ്ലാക്ക് ബോർഡും ഉൾപ്പെടെ യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാതെയായിരുന്നു കോളേജിന്റെ തുടക്കം. ഇത്തരത്തിൽ ആരംഭിച്ചൊരു കോളേജാണ് ഇന്ന് ജില്ലയുടെ തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നത്. 25 വർഷം തികയുമ്പോൾ മികച്ച ചികിത്സയും മികച്ച ആയുർവേദ പഠനവും മാതൃകാപരമായ അടിസ്ഥാന സൗകര്യങ്ങളും അടക്കം സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിരിക്കുന്നത്. BAMS കോഴ്സിന് പുറമെ 2 MD കോഴ്സുകളും ആയുർവേദ തെറാപ്പിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സും ഇന്ന് കോളേജിൽ നടക്കുന്നുണ്ട്. 150ഓളം കിടക്കകളുള്ള ആശുപത്രിയും 14 വകുപ്പുകളും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. മികച്ച ചികിത്സ ലഭിക്കുന്നതിനാൽ ജില്ലയിൽ നിന്ന് മാത്രമല്ല വിദേശങ്ങളിൽ നിന്ന് പോലും രോഗികൾ ആയുർവേദ കോളേജിൽ എത്താറുമുണ്ട്. രജത ജൂബിലി ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കുന്നതിന് ആഘോഷ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഈ ആശുപത്രിയെ സംബന്ധിച്ചോളം മലബാറിന് ഒരുപക്ഷെ നമ്മുടെ അധികാരികൾ ഈ കേരളത്തിലെ ഏറ്റവും പുതിയ ആയുർവേദ ഗവൺമെൻറ് ആശുപത്രി നിലയ്ക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഈ ആശുപത്രിക്ക് നൽകി വരുന്നുണ്ട്. ഇപ്പോൾ ഈ രജത ജൂബിലിയുടെ നിറവിൽ ഇനിയും ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു പുതിയ ആശുപത്രി ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ. കുട്ടികൾക്കും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് 150 ബെഡോടുകൂടി ഒരു ഹോസ്പിറ്റൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രജത ജൂബിലിയുടെ ഭാഗമായിട്ട് അത് അവസാനിക്കുന്ന അതിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത്തരത്തിൽ ഈ ആശുപത്രി ഇനിയും മേൽക്കുമേൽ ഇനിയും രോഗികളെ ആകർഷിക്കാനും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി ഈ ആശുപത്രിയെ മാറ്റപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ അധികാരികളുടെ അല്ലെങ്കിൽ ഈ കോളേജിലെയും
അതുപോലെ തന്നെ ആശുപത്രിയിലെ ജീവനക്കാരുടെ വിശ്വാസം. നവംബർ 19 നടക്കുന്ന ചടങ്ങിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ ശൈലജ, MP-മാർ, MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ പരിപാടികളിലായി പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വായ്പയെടുത്ത തുക കൊണ്ട് വിളവിറക്കിയെങ്കിലും നെല്ല് സംഭരണം പാളിയതോടെ പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുകയാണ് കർഷകർ. കൂട്ടിയിട്ടിരിക്കുന്ന കിൻഡൽ കണക്കിന് നെല്ല് എന്തു ചെയ്യണമെന്നറിയാത്ത വിഷമഘട്ടത്തിലാണ് ഇവർ. കാലാവസ്ഥ നൽകിയ തിരിച്ചടിക്ക് പുറമെയാണ് ഈ പ്രതിസന്ധിയും. കരിവെള്ളൂർ ബ്യൂറോയുടെ പുതിയ പരമ്പര കണ്ണീർ കൊയ്യുന്ന കർഷകർ ആരംഭിക്കുന്നു. ഏറെ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ചാണ് നെൽകർഷകർ ഇപ്രാവശ്യം നെൽക്കതിരുകൾ കൊയ്തെടുത്തത്. ഈ നെല്ല് എന്തു ചെയ്യണമെന്നറിയാതെ കർഷകർ വിഷമവൃത്തത്തിലായിരിക്കുകയാണ്. വായ്പയെടുത്തും മറ്റുമാണ് കർഷകർ വിളവിറക്കിയത്. കാലാവസ്ഥയും ഏറെ പ്രതികൂലമായിരുന്നു. നെല്ലുവർഷമായി ആചരിക്കുന്ന വർഷമായിട്ടും നെൽകർഷകന് കഞ്ഞി കുമ്പിളിൽ തന്നെ. പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇതുകൊണ്ടൊന്നും കർഷകനുണ്ടാകുന്നില്ല. സപ്ലൈകോ വഴിയാണ് നെല്ല് സംഭരിക്കുന്നത്. കൊയ്ത്തുകാലമാകുമ്പോൾ പ്രദേശങ്ങളിൽ ചെന്ന് നെല്ല് സംഭരിക്കുകയാണ് പതിവ്. ഇത് ഇക്കൊല്ലം ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. എല്ലാത്തരം നെല്ലുകളും സംഭരിക്കുന്നില്ലെന്നതും കർഷകർക്ക് വിനയാവുകയാണ്. ഈ സംഭരണം തന്നെ കർഷകർക്ക് ഏറെ ബുദ്ധിമുട്ട് വരുത്തിവെക്കുന്നു. ആദ്യം അക്ഷയയിൽ പോയി രജിസ്റ്റർ ചെയ്യണം. ഇതിന് തന്നെ ചിലപ്പോൾ ദിവസങ്ങളോളം ഈ കേന്ദ്രത്തിൽ പോകണം. ഇത് അറിഞ്ഞവരറിഞ്ഞു, ഇല്ലാത്തവർക്ക് നെല്ല് സംഭരണവുമില്ല. അക്ഷയക്കാരന് മാത്രമേ ഇതുകൊണ്ട് ഗുണം വരുന്നുള്ളൂ. അറിഞ്ഞവർക്ക് തന്നെ മൊബൈൽ വേണം, മെസ്സേജാണ് വരിക. നാടൊട്ടുക്ക് നെല്ലും കൊയ്ത്തും ആഘോഷിക്കപ്പെടുമ്പോൾ സാധാരണ കർഷകന്റെ വേദന ആരും അറിയാതെ പോവുകയാണ്. ഇത് നെല്ല് സംഭരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഏറ്റെടുക്കണം. നമുക്ക് 5000 രൂപ അതിൽ 10-30 കിലോളം നെല്ലുണ്ട്. നെല്ല് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഏറ്റെടുത്ത് കൃഷിഭവൻ മുഖാന്തരം ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് കർഷകരോട് പറയാനുള്ളത്. പല കർഷകരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ പുറം വിപണിയിൽ വിറ്റുകഴിഞ്ഞു. സപ്ലൈകോ 24 രൂപ വരെ നൽകുന്നുണ്ട്. നെല്ല് സംഭരണം സുതാര്യമാക്കി കർഷകന് ഗുണം വരുത്തണമെന്നാണ് കർഷകർക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. എരമംകുറ്റൂർ പഞ്ചായത്തിലെ ഭൂമി പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി മാതമംഗലം പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു. കർഷകരുടെ നിരന്തരമായ ആവശ്യത്തിനു ശേഷമാണ് പ്രശ്നപരിഹാരത്തിനായി അധികൃതർ മുന്നിട്ടിറങ്ങിയത്. യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ഭൂമി കൈവശം വെച്ച് വരുന്ന വില്ലേജിലെ നൂറുകണക്കിന് കർഷകരുടെ നികുതി റവന്യൂ അധികൃതർ സ്വീകരിച്ചിരുന്നില്ല. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നിരവധി നിവേദനം നൽകുകയും പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രശ്നപരിഹാരത്തിനായി പഞ്ചായത്ത് ഹാളിൽ വിളിച്ച യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. എത്രയോ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് ഈ പ്രശ്നമുള്ളതുകൊണ്ട് കഴിയുന്നത്ര വേഗം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണമെന്നതാണ് ആ മീറ്റിംഗിൽ ഉണ്ടാക്കിയ പൊതുവായ ധാരണ. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനായ ഡെപ്യൂട്ടി കളക്ടറല്ല, അദ്ദേഹത്തെ വകുപ്പ് മന്ത്രി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നമുള്ള മേഖലകളിൽ നേരിട്ട് പോയി അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ പി രമേശൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ കെ മുരളീധരൻ, കെ ബി ബാലകൃഷ്ണൻ, എം പി ദാമോദരൻ, പി ശശിധരൻ, പി പി കോരൻ, പി വി ശങ്കരൻ, പി വി കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരും കർഷകരും പങ്കെടുത്തു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. ശ്രീവത്സം ഓഡിറ്റോറിയത്തിലെ ടി കുഞ്ഞബ്ദുള്ള നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. നവംബർ 8, 9 തീയതികളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് വി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഇതുമാത്രമല്ല, വയറിംഗ് മേഖലയിലെ തൊഴിൽ നിലനിൽക്കണം എന്ന് ആവശ്യം 1980 നമ്മുടെ സ്ഥാപക നേതാക്കൾക്ക് അന്ന് തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒട്ടൊരു ആശയങ്ങളാണ്. ഈ ആശയങ്ങളുടെ ഭാഗമായി നമ്മൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് വൈദ്യുതി മേഖലയിലെ വൈദ്യുതിയുടെ പ്രതിസന്ധി, വൈദ്യുതി ഉൽപാദന മേഖല വളരെ കീഴോട്ട് പോകുമെന്ന് അന്ന് 1980 നമ്മുടെ നേതാക്കന്മാർ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടിരുന്നു.
ചടങ്ങിൽ KEW&SA ജില്ലാ പ്രസിഡന്റ് വിനോദ് കാണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി NK ശശിധരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. C സജീവൻ, അനിൽകുമാർ, KPP നമ്പ്യാർ, P രഞ്ജിത്ത് തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തെ തുടർന്ന് വരവ് ചെലവ് കണക്കവതരണം, ഓഡിറ്റ് റിപ്പോർട്ട് അവതരണം, സംഘടനാ ചർച്ച, പ്രമേയാവതരണം തുടങ്ങിയവയും നടന്നു. സമ്മേളനം ബുധനാഴ്ച സമാപിക്കും. കിടപ്പിലായ രോഗികൾക്ക് സാന്ത്വനമേകി സേവനത്തിന്റെ പാതയിൽ മുന്നേറുകയാണ് തൃക്കരിപ്പൂരിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി. സാന്ത്വന പരിചരണത്തിൽ ഇവർ കാട്ടുന്ന സേവനത്തിന് മുന്നിൽ നാട് നമിക്കുന്നുണ്ടെങ്കിലും സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൈയൊഴുകയാണ്. എങ്കിലും പരാതിയോ പരിഭവമോ ഇല്ലാതെ സേവനപാതയിൽ 7 വർഷം പൂർത്തിയാക്കുകയാണ് ഈ സൊസൈറ്റി. പലപ്പോഴും സ്വന്തം ജീവിത വ്യഗ്രതകൾ മറന്നാണ് ഒരു കൂട്ടം കരുണ തുളുമ്പുന്ന മനുഷ്യർ വീടുകളിൽ കഷ്ടപ്പെടുന്നവർക്ക് പരിചരണം നൽകി പോരുന്നത്. കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഇവർ ചെയ്യുന്ന കാരുണ്യം ചെറുതല്ല. തൃക്കരിപ്പൂർ, പടന്ന, വലിയ പറമ്പ്, ചെറുവത്തൂർ തുടങ്ങിയ പഞ്ചായത്ത് പരിധിയിലെ കിടപ്പിലായ 1400-ൽ പരം കിടപ്പ് രോഗികളെ ഇവർ ആഴ്ചയിൽ 3 തവണയായി മാറി മാറി പരിചരിക്കുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആവശ്യമുള്ള സ്ഥലത്ത് അതിനും സംവിധാനമൊരുക്കുന്നുണ്ട്. പരിചരണത്തിന് പുറമെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നും സൗജന്യമായി നൽകി വരുന്നു. രോഗികളുടെ ആവശ്യത്തിനനുസൃതമായി ഫോൾഡിംഗ് കട്ടിൽ, എയർബെഡ്, വീൽചെയർ, കത്തീറ്റർ, വാക്കർ, ബാക്ക് റെസ്റ്റ് തുടങ്ങിയ ഉപകരണങ്ങളും വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികൾക്കായി ആംബുലൻസ് സൗകര്യം പോലും ഈ കൊച്ചു കൂട്ടായ്മ നേതൃത്വം വഹിച്ച് നടത്തിവരുന്നു. രോഗി പരിചരണത്തോടൊപ്പം വിശേഷവേളകൾ അടുത്തുവരുമ്പോൾ സന്ദർശിക്കുന്ന വീടുകളിൽ ഓണം, ക്രിസ്തുമസ്, പെരുന്നാൾ, വിഷു ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നുമുണ്ട്. അർഹരായ കുടുംബങ്ങളിൽ വസ്ത്രങ്ങളായാലും ഭക്ഷണ സാധനങ്ങളായാലും വിവിധ സമയങ്ങളിൽ എത്തിച്ചു വരുന്നു. രോഗികൾക്ക് പരിചരണമേകാൻ വിദേശ വ്യവസായിയായ TP സിറാജ് വിട്ടുകൊടുത്ത വാനാണ് പാലിയേറ്റീവ് പ്രവർത്തകർ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ 5 വർഷം ഉപയോഗിച്ച വാഹനം എല്ലായിടത്തും സമയനിഷ്ഠ പാലിച്ച് എത്തിച്ചേരാൻ കഴിയുന്നില്ലെന്ന നിരാശയാണ് പാലിയേറ്റീവ് പ്രവർത്തകർക്കുള്ളത്. സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ 1 രൂപയുടെ സഹായം പോലും ഇല്ലാതെയാണ് ഉദാരമതികളുടെ പിന്തുണയിൽ കരുണയുടെ കൂട്ടായ്മ മുന്നോട്ട് നീങ്ങുന്നത്. ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന കിടപ്പിലായ രോഗികൾ, വൃക്ക രോഗികളായാലും ക്യാൻസർ രോഗികളായാലും നട്ടലിന് ക്ഷതം സംഭവിച്ചവരായാലും അവരൊക്കെ അവരുടെ കിടപ്പ് മുറിയിൽ നിന്ന് മറ്റൊന്നും കാണുന്നില്ല. ആഴ്ചയിൽ 3 പ്രാവശ്യം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങളുടെ നഴ്സുമാരോടും ഞങ്ങളുടെ ഹെൽത്ത് കെയറിൻ്റെ കോർഡിനേറ്ററോടും അവർ കാണിക്കുന്ന സ്നേഹവായ്പ തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങൾ ഇനിയും ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. ഇതിനാവശ്യമായി ഈ കെട്ടിടം നിൽക്കുന്നത് ഇവിടുത്തെ TS എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സൗജന്യമായി നൽകിയതാണെന്ന വസ്തുത കൂടി ഞാൻ അറിയിക്കുകയാണ്. പ്രവാസികളായവർ നാട്ടിലെത്തുമ്പോൾ അവർ കൂടി സേവന മനസ്കത കാട്ടി സംഘത്തോടൊപ്പം ചേരുന്നു. പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള പ്രസിഡന്റും റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV രാഘവൻ, ഡോക്ടർ OK ആനന്ദകൃഷ്ണൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരും, MTP അഹമ്മദ് കുഞ്ഞി ജനറൽ സെക്രട്ടറിയും, PP രഘുനാഥ്, AV കുഞ്ഞിരാമൻ എന്നിവർ സെക്രട്ടറിമാരും, MR അഹമ്മദ് ഹോം കെയർ കോർഡിനേറ്ററുമായ സൊസൈറ്റിയുടെ മുഴുവൻ സമയ ഹോം കെയർ സേവനത്തിന് M അജിത, P അസ്ന, A റഹിമ, S അബ്ദുൾ റസാഖ്, ഹംസ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുതിയങ്ങാടി ഫിഷറീസ് പരിസരത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ജനങ്ങൾക്ക് ദുരിതമാകുന്നു. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന ശക്തമാകുന്നു. പുതിയങ്ങാടി ഫിഷറീസ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നതും തകർന്നു വീഴാറായ ഈ കെട്ടിടങ്ങൾക്ക് സമീപമാണ്. പുതിയങ്ങാടിയിലെ ഫിഷറീസ് ആശുപത്രി, ഫിഷറീസ് ഓഫീസ് എന്നിവയ്ക്ക് സമീപമാണ് ഈ തകർന്നു വീഴാറായ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടത്തിനകത്തുകൂടിയാണ് ഫിഷറീസ് ആശുപത്രിയിലേക്ക് രോഗികൾ എത്തുന്നത്. എല്ലും തോലുമായി ഏത് നിമിഷവും തകർന്നു വീഴാറായ ഈ കെട്ടിടം ഏറെ അപകട ഭീഷണി ഉയർത്തുന്നു. ഓടുകളും മറ്റും ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ്. പൊതുജനങ്ങൾക്ക് ഏറെ അപകടം സൃഷ്ടിക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഫിഷറീസ് ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രൻസിലുള്ള പഴയ കെട്ടിടത്തിൻ്റെ ഭാഗികമായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ട്. അത് പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കവാടം പോലെയുള്ള രീതിയിൽ അത് മാറ്റി പുനഃസ്ഥാപിക്കുകയോ ചെയ്യുന്നതിന് ഫിഷറീസ് വകുപ്പുമായിട്ട് ആവശ്യപ്പെടും. അതിൻ്റെ തുടർ നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ജനങ്ങളുടെ അപകടകരമായിട്ടുള്ള അവസ്ഥ നേരിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അതിനനുസൃതമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഫിഷറീസ് വളപ്പിലെ പഴയ കെട്ടിടങ്ങൾ ഉടൻ പൊളിച്ചു മാറ്റണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്രായം 87 കിഴക്കേപ്പുരയിൽ ലക്ഷ്മി ഇന്നും കർമ്മനിരതയാണ്. കാലഹരണപ്പെടുന്ന ഓലക്കൊടിയുടെ നിർമ്മാണ പ്രവർത്തികളുമായാണ് ലക്ഷ്മി ജീവിതചര്യ. ആലപ്പടമ്പ് വടക്കേക്കര സ്വദേശിയാണ് ഈ മുത്തശ്ശി.
വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിൽ പാട്ടുത്സവം ആരംഭിച്ചതോടെ ഓലക്കുടകൾക്ക് പ്രചാരമേറി. ഒരു കാലത്ത് ഓരോ വീടിന്റെയും ക്ഷേത്രത്തിന്റെയും അവിഭാജ്യ ഘടകമായിരുന്നു ഓലക്കുടകൾ. തന്റെ 15ാം വയസ്സിൽ ഓലക്കുട നിർമ്മാണത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതാണ് ലക്ഷ്മി. 87ാമത്തെ വയസ്സിലും ഇത് നിർബാധം തുടരുകയാണ്. ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ലക്ഷ്മി ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മി കുട നൽകി വരുന്നുണ്ട്. ഇവരുടെ കുലത്തൊഴിലാണ് ഓലക്കുട നിർമ്മാണം. അമ്പലങ്ങളിലും കൃഷിയിടങ്ങളിലുമൊക്കെ മഴയെയും വെയിലിനെയും ചെറുക്കാൻ ഓലക്കുടകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഓലക്കുട, തലക്കുട, കളക്കുട എന്നിങ്ങനെയൊക്കെ നിരവധി പേരുകളിൽ രൂപങ്ങളിൽ ഓലക്കുടയുണ്ട്. എന്നാൽ ശീലക്കുടയുടെ തള്ളിക്കയറ്റം ഈ മേഖലയെ തളർത്തുകയായിരുന്നു. ഇതോടെ പലരും ഈ മേഖലയെ കൈയൊഴിഞ്ഞു. ഇന്ന് വീടുകളിൽ നിന്ന് ഈ കുടകൾ അപ്രത്യക്ഷമായെങ്കിലും ക്ഷേത്രങ്ങളിൽ അവിഭാജ്യ ഘടകം തന്നെയാണ്. എന്നാൽ ഇതിന്റെ നിർമ്മാണം അറിയുന്നവർ വിരളമായിരിക്കുകയാണ്. ആദായകരമല്ലാത്തതും നിർമ്മാണ അസംസ്കൃത വസ്തുക്കളുടെ കുറവുമൊക്കെ ഈ മേഖലയിലേക്ക് കടന്നുവരുന്നതിൽ നിന്ന് പുതിയ തലമുറയെ അകറ്റി. എന്നാൽ തന്റെ 87ാമത്തെ വയസ്സിലും ഓലക്കുട നിർമ്മാണം ഒരു തപസ്യാക്കി മാറ്റിയിരിക്കുകയാണ് ലക്ഷ്മി. ഞാൻ മാത്രമേ ഇത് കെട്ടുന്നില്ലൂ. ഇതിനെ കൊണ്ട് പുരോഗമനം എത്രയല്ലോ ഉണ്ട്. നാട്ടുകാർക്കെല്ലാം വളരെ ബഹുമാനമുണ്ട്. ഇപ്പൊന്നും ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇതെനിക്ക് ഓട്ടിക്കൊളുത്തുന്ന വരും ഈ കുടക്ക്. ഈ മാസം അവസാനം ഞാൻ 4-5 കുട അവർക്കും കെട്ടിക്കൊടുക്കലുണ്ട്. എവിടുന്നല്ലോ പ്രദേശത്തു നിന്നെല്ലാം വരലുണ്ട് ഈ കുടക്ക്. മറ്റാരും കെട്ടുന്നില്ല. ഞാൻ മാത്രമേ ഇപ്പോൾ കെട്ടുന്നില്ല. മറ്റിപ്പോഴത്തെ പിള്ളന്മാരൊന്നും ഇതിൻ്റെ എല്ലാം സാധനം പെരുതി കൊണ്ടുവരാൻ മടിച്ചിട്ട് കെട്ടുന്നില്ല. പ്രായം ലക്ഷ്മിയെ ഈ ജോലിയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചിട്ടില്ല. കളിയാട്ടക്കാലമായതോടെ തന്റെ വീട്ടുമുറ്റത്തിരുന്ന് ഇവർ ഓലക്കുടകൾ ഓരോന്നോരോന്നായി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. തനിക്കു ശേഷം ഈ പ്രദേശത്തു നിന്നും ഈ തൊഴിൽ പാടെ തുടച്ചു മാറ്റപ്പെടുമോ എന്ന ആശങ്ക മാത്രമേ ലക്ഷ്മിക്കുള്ളൂ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കടന്നപ്പള്ളി പുത്തൂർകുന്നിലെ മൗപ്പാടി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ വാസുദേവൻ നമ്പൂതിരിയുടെ 30ഓളം വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. 1 മാസം വളർച്ചയെത്തിയ വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. ചുറ്റും വേലി കെട്ടിയ നിലയിലായിരുന്നു വാഴത്തോട്ടം. കടന്നപ്പള്ളി ഭാഗങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖല കൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് ഇവിടെ ഭൂരിഭാഗവും. ആയതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് കർഷകർ പറയുന്നു. ഇന്നലെ രാത്രി പന്നികൾ കൂട്ടത്തോടെ കയറുകയും 30ഓളം വാഴകൾ നിശേഷം ഇനി പൊടിക്കാത്ത രീതിയിൽ ആക്രമിക്കുകയും 5-10ഓളം വാഴകൾക്ക് ചെറിയ കേടുപാട് വരത്തൊക്കെ വരസി പൊട്ടിച്ചൊരവസ്ഥ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ വാഴ കൊലച്ചു കൊത്താൻ പറ്റും എന്നുള്ള തോന്നുന്നില്ല. ഇപ്പോൾ കൃഷി വകുപ്പും ഫോറസ്റ്റ് അടുകെട്ടി പന്നി നിയന്ത്രണത്തിനൊരു സംവിധാനം ഏർപ്പെടുത്തി തന്നാൽ കൃഷിക്കാരായ ഞങ്ങൾക്ക് മുന്നോട്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഭിക്ഷാടനം മറ്റും നടത്തേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ സമ്മേളനം നീലേശ്വരം വ്യാപാര ഭവനിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് പാലക്കുന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാലാകാലങ്ങളായി ഉപജീവനത്തിന് വേണ്ടി ഫോട്ടോഗ്രാഫി ചെയ്യുന്ന കലാപരമായി തൊഴിൽ എന്ന ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതിനെതിരെ സംഘടിക്കേണ്ടതും സമരം ചെയ്യേണ്ടതും വരുന്ന ഒരു കാലമാണ് നമുക്ക് മുന്നിലൂടെ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ മാട്രിമോണിയൽ കമ്പനികൾക്കെതിരെയും മറ്റ് കുത്തക ഫോട്ടോഗ്രാഫി കമ്പനികൾക്കെതിരെയും പോരാടേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെ ഈ ഒരു പ്രതിസന്ധി വിരൽ ചൂണ്ടുന്നത്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖല മാട്രിമോണിയൽ ഇവന്റ് മാനേജ്മെന്റിന്റെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെടുകയാണെന്നും ഇത് സംസ്ഥാനത്തെ 15,000-ഓളം AKPA അംഗങ്ങൾക്ക് ഭീഷണിയായിരിക്കുകയാണെന്നും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നീലേശ്വരം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് പാലക്കുന്ന് പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് വിനു മൈമോൻ പതാക ഉയർത്തി. സമ്മേളനത്തിൽ വെച്ച് ഫോക്ലോർ അവാർഡ് ജേതാവ് പ്രഭാകരൻ തരങ്ങിണി, പ്രാദേശിക കൃഷിശാസ്ത്രജ്ഞൻ PV ദിവാകരൻ, തൈക്കൊണ്ടോ സ്വർണ്ണ മെഡൽ ജേതാവ് സങ്കീർത്ത് സജീവ് തുടങ്ങിയവരെ അനുമോദിച്ചു. ഫോട്ടോഗ്രാഫി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം AKPA സംസ്ഥാന കമ്മിറ്റി അംഗം സുദർശനൻ നിർവഹിച്ചു. കണ്ണൻ ഫോട്ടോസ്റ്റാറ്റ് സ്വാഗതം ആശംസിച്ചു. AKPA ഭാരവാഹികളായ പ്രശാന്ത് തൈക്കടപ്പുറം, N ഭരതൻ, KC അബ്രഹാം, വാസു, രമേശൻ മാവുങ്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. AKPA നീലേശ്വരം മേഖലാ സെക്രട്ടറി കണ്ണൻ ഫോട്ടോസ്റ്റാറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ സഹദേവൻ മാണിയട്ട് വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു.
ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഉപജില്ല സ്കൂൾ കായികമേള രണ്ടാം ദിനം പിന്നിടുമ്പോൾ കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിട്ട് നിൽക്കുന്നു. പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് തൊട്ടുപിറകിൽ. കായികമേള ബുധനാഴ്ച സമാപിക്കും. പയ്യന്നൂർ ഉപജില്ല കായികമേള ബുധനാഴ്ച സമാപിക്കും. രണ്ടാം ദിനമായ ചൊവ്വാഴ്ച മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത്. പ്രാപ്പോയിൽ സ്കൂൾ രണ്ടാം സ്ഥാനത്തും തുടരുന്നു. മേളയിലെ വാശിയേറിയ ഇനങ്ങളായ 100 മീറ്റർ ഓട്ടം, ഷോട്ട് പുട്ട് തുടങ്ങിയ ഇനങ്ങളാണ് ചൊവ്വാഴ്ച നടന്നത്. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനവും സമ്മാന വിതരണവും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ ഉദ്ഘാടനം ചെയ്യും. ക്യാഷ് അവാർഡ് വിതരണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ നിർവഹിക്കും. നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിക്കും. മാടായി ഉപജില്ലാ കായികമേള LP വിഭാഗം സെന്റ് മേരീസ് വിളയാങ്കോട് ചാമ്പ്യന്മാരായി. മേള ബുധനാഴ്ച സമാപിക്കും. മാടായി സബ് ജില്ലാ കായികമേള മാടായി പാളയം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 100ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ലധികം കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു. LP വിഭാഗം മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ സെന്റ് മേരീസ് വിളയാങ്കോട് 50 പോയിന്റ് നേടി ചാമ്പ്യന്മാരായി. 32 പോയിന്റ് നേടി MUPS മാട്ടൂൽ റണ്ണറപ്പായി. മറ്റു മത്സരങ്ങളിൽ സീനിയർ ബോയ്സിൽ GHSS കടന്നപ്പള്ളി, സീനിയർ ഗേൾസ് GHSS കുഞ്ഞിമംഗലം മുന്നിലാണ്. ബോയ്സ്, ജൂനിയർ ഗേൾസ് എന്നിവയിൽ CHMKS GHS മാട്ടൂൽ, സബ് ജൂനിയർ ബോയ്സിൽ GHS കുഞ്ഞിമംഗലവും സബ് ജൂനിയർ ഗേൾസിൽ MUP മാട്ടൂലും മുന്നിലാണ്. മേള നാളെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CATU പെരുമ്പ ഡിവിഷന്റെ നേതൃത്വത്തിൽ നവീകരിച്ച ടാക്സി ബൂത്തിന്റെയും സൗജന്യ ആംബുലൻസ് സർവീസിന്റെയും ഉദ്ഘാടനം പെരുമ്പയിൽ നടന്നു. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CATU പെരുമ്പ ഡിവിഷന്റെ നേതൃത്വത്തിലുള്ള നവീകരിച്ച പെരുമ്പ ടൂറിസ്റ്റ് ടാക്സി ഇൻഫോർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം CATU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ മോട്ടോർ മേഖലക്കകത്തുള്ള തൊഴിലാണ് ഗുരുതരമായ പ്രതിസന്ധിയെ, ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുക. മോദി ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി ചെയ്തത് ഇന്ത്യയിലെ മോട്ടോർ രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ JDI തളിപ്പറമ്പ ഗോൾഡൻ ഡ്രീംസും മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലും പെരുമ്പ ഡ്രൈവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നതുമായ സൗജന്യ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം CATU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. മോട്ടോർ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി VK ബാബുരാജ് അധ്യക്ഷനായി. VK സത്യൻ, TP മധുസൂദനൻ, KK ഗംഗാധരൻ, K രാഘവൻ, പവിത്രൻ പെരുമ്പ, UV രാമചന്ദ്രൻ, K മനോജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. തേനീച്ച വളർത്തലിൽ പ്രായോഗിക പഠനം നടത്താനെത്തിയ കുട്ടികൾ തേനീച്ച ചര്യകൾ കേട്ട് വിസ്മയിച്ചു. തൃക്കരിപ്പൂരിലെ പ്രമുഖ തേനീച്ച കർഷകൻ ഹമീദ് ഹാജിയുടെ കൃഷിയിടത്തിലേക്കാണ് ജോലി പരിശീലനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ എത്തിയത്. തേനീച്ചകളുടെ ജീവിത രീതികളും കൃത്യതയാർന്ന ജോലി പങ്കുവയ്ക്കലുമെല്ലാം കുട്ടികൾ കൗതുകത്തോടെ കേട്ടുനിന്നു. റാണി തേനീച്ചയുടെ ഇണചേരൽ, റാണിയെ കണ്ടെത്തുന്ന രീതി, കോളനിയിലെ പണിക്കാരുടെയും കാവൽക്കാരുടെയും മടിയൻ തേനീച്ചകളുടെയും ജീവിത രീതിയും തേനീച്ച കർഷകൻ തൃക്കരിപ്പൂർ തങ്കയത്തെ അബ്ദുൾ ഹമീദ് ഹാജി വിവരിച്ചു നൽകിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് പുത്തൻ അനുഭവമായി. പാഠപുസ്തകത്തിൽ നിന്ന് അറിഞ്ഞതിനുമപ്പുറം മനുഷ്യർക്ക് പോലും അനുകരണീയമായ പല കാര്യങ്ങളും സാമൂഹ്യ ജീവിതത്തിൽ തേനീച്ചകൾ അനുവർത്തിക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൺ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായാണ് കുട്ടികൾ ഹമീദ് ഹാജിയുടെ തേനീച്ച കൃഷി സന്ദർശിച്ചത്. അധ്യാപകരായ ബിജു പ്രമോദ്, ഷീന, റഹനത്ത് സത്യ, ഇന്ദിര എന്നിവരും വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ലൈബ്രറിയന്മാർക്കുള്ള 3ാം ബാച്ച് പരിശീലനം പൂർത്തിയായി. സമാപന പരിപാടി ലൈബ്രറി ഹാളിൽ ജില്ലാ സെക്രട്ടറി PK ബൈജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അച്യുതൻ പുത്തലത്ത് അധ്യക്ഷനായി. 60 വയസ്സ് പൂർത്തിയായ ലൈബ്രറിയന്മാരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പരിശീലനം പൂർത്തിയായവർക്കെല്ലാം സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. A ശ്രീധരൻ, വൈക്കത്ത് നാരായണൻ, PP സുകുമാരൻ, TV നാരായണൻ, V ഓമന എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാരംഗം സ്കൂൾ തല ശില്പശാലയും നാഷണൽ ബിൽഡർ അവാർഡ് 2016 നേടിയ രാധാമണി ടീച്ചർക്കുള്ള അനുമോദനവും സ്കൂളിൽ നടന്നു.
വിദ്യാരംഗം സ്കൂൾ തല ശില്പശാലയും അനുമോദന ചടങ്ങും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ആ അവാർഡ് കിട്ടിയതിന്റെ പേരിലാണ് നമ്മളെല്ലാവരും ഇന്ന് കൂടിയിരുന്നിട്ട് രാധാമണി ടീച്ചറെ അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മളെന്താ പറയാ, ടീച്ചർക്ക് ഇനിയും നല്ല നല്ല അവാർഡുകൾ കിട്ടട്ടെ അല്ലേ? നല്ല അവാർഡുകൾ ഇനിയും കിട്ടാൻ നമ്മുടെ ഈ പ്രോത്സാഹനവും പിന്തുണയും സഹായമാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആശംസിക്കാം. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ UV സുഭാഷ് സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ AEO പി രാമദാസൻ മാസിക പ്രകാശനം ചെയ്തു. E അനീഷ്, പി ചന്ദ്രൻ മാസ്റ്റർ, കെ ഭരതൻ മാസ്റ്റർ, കെ നിത്യ, വി ശാരദ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന വിദ്യാരംഗം ശില്പശാലയിൽ NV പ്രകാശൻ മാസ്റ്റർ അതിഥിയായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെ 18 മുതൽ 20 വരെ നടത്തുന്ന ചിത്രകലാ ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. കുഞ്ഞു ആബാലവൃദ്ധം ജനങ്ങൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കൂ. നമുക്കറിയാം, ഇന്ന് പ്ലാസ്റ്റിക് കുന്നുകൂടുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പരിസ്ഥിതി അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, ഇപ്പം കടലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും, നമ്മളെല്ലാ പ്ലാസ്റ്റിക്കുകളും വലിച്ചെറിഞ്ഞ് 18, 19, 20 തീയതികളിൽ ചൂട്ടാട് ബീച്ചിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്, കേരള ലളിതകലാ അക്കാദമി, അല്ലമീൻ സ്പോർട്സ് ക്ലബ്ബ്, കനൽ സാംസ്കാരിക വേദി സംയുക്തമായാണ് ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തിരഞ്ഞെടുത്ത 40ഓളം കുട്ടികളെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കും. ചൂട്ടാട് ബീച്ചിൽ നടന്ന സംഘാടക സമിതി യോഗത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത അധ്യക്ഷയായി. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ, KC ശശിധരൻ, T ഗോവിന്ദൻ, T ഗീത, M പവിത്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏരിയംപാറയിൽ പരിസ്ഥിതി പഠനയാത്ര നടത്തി. പഠനയാത്രയിൽ 80ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ്, ജൂനിയർ റെഡ് ക്രോസ്, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വനം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിസ്ഥിതി പഠനയാത്ര സംഘടിപ്പിച്ചത്. 80 കുട്ടികൾ പഠനയാത്രയിൽ പങ്കെടുത്തു. ഭാസ്കരൻ വെള്ളൂർ, നിശാന്ത് എന്നിവർ ക്ലാസ് എടുത്തു. നമ്മുടെ എല്ലാ വികസനത്തിൻ്റെയും അസംസ്കൃത വസ്തു എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മളിപ്പോൾ ഒരു തീരദേശ ഹൈവേ വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു റെയിൽവേ വികസനം വരുന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നത് ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ പാറയും മാത്രമാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യത്തോടെ നമ്മൾ ആരും ഇതിനെ കണ്ടിട്ടേ ഇല്ല. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പക്ഷികളുടെ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ ഭാഗത്തേക്ക് വന്നത്. അന്ന് മുണ്ടൻപോയിൽ ആദ്യമായിട്ട് ഞാൻ വന്നത്. ഞാൻ കണ്ടെത്തിയത് അത്ഭുതകരമായ കുറേ പക്ഷികളെയാണ് ഞാനിവിടെ കണ്ടത്. മാടായിപ്പാറ ശരിക്കും പറഞ്ഞാൽ തോറ്റുപോകുന്നൊരു സ്ഥലമാണ് ഈ മുണ്ടൻപാറ. നിങ്ങൾ മഴക്കാലത്ത് വന്നാൽ ഇതിനേക്കാളും നല്ലൊരു ഈ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോറസ്റ്റർ ബിജു, അധ്യാപകരായ MV മോഹനൻ, MT സുരേഷ് കുമാർ, KV ശൈലജ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളപ്പിറവി ആഘോഷത്തോടനുബന്ധിച്ച് എടാട്ട് PS വിദ്യാലയത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ക്വിസ് മത്സരം നടത്തി. 14 സ്കൂളുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളൂർ 1ാം സ്ഥാനവും മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും PS വിദ്യാലയ 3ാം സ്ഥാനവും നേടി. അൽ അമീൻ പുതിയങ്ങാടിയുടെ നേതൃത്വത്തിൽ പുതിയങ്ങാടി ഫിഷറീസ് ആശുപത്രിക്ക് വാട്ടർ കൂളറും ഉപകരണങ്ങളും വിതരണം ചെയ്തു. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എന്നുള്ള ഫണ്ട് മാത്രം കൊണ്ട് ഏത് സ്ഥാപനവും നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധിക്കില്ല. അവിടെ ജനകീയ കൂട്ടായ്മയും കൂടി ജനപങ്കാളിത്തവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സ്ഥാപനവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുവാനും ആ സ്ഥാപനത്തിൻ്റെ സേവനം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അല്ലമീൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇന്നിവിടെ നൽകിയിട്ടുള്ള ചികിത്സാ സാമഗ്രികളും അതുപോലെ കൂളറും. ജീവകാരുണ്യ മേഖലയിൽ ഇതിനകം നിരവധി പ്രവർത്തനങ്ങൾ പുതിയങ്ങാടി അല്ലമീൻ പ്രവർത്തകർ കാഴ്ചവെച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് പുതിയങ്ങാടി. പുതിയങ്ങാടി PHCയുടെ അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായാണ് ക്ലബ്ബ് പ്രവർത്തകർ ഉപകരണങ്ങളും വാട്ടർ കൂളറും വിതരണം ചെയ്തത്. SK ആബിദ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ VK സുനിത, CH അഷ്റഫ്, അമീദ് കുട്ടിയസൻ, O റഷീദ, മമ്മസൻ അഷ്റഫ്, MT നാസർ, T ഹക്കീം, V കരീം, ഇക്ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാണാം മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്.
റേഷൻ കാർഡിനായുള്ള കാത്തിരിപ്പ് ഇനിയും വൈകും. പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. എന്താ പറഞ്ഞാൽ ഇപ്പം അർഹതപ്പെടാത്തവർക്കാണ് കാർഡിൽ വന്ന കള്ളാസ്. അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അല്ലാതെ പൈസക്കാരന് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ വരിക. പാവപ്പെട്ടവനും പൈസക്കാരനും എല്ലാവർക്കും ഒറ്റക്കാരനും വരുന്നതാണ് ഗുണം ചെയ്യൽ. അതുകൊണ്ട് അതിന് കാര്യമായിട്ട് നമ്മുടെ ഗവൺമെൻറ് അതിന് ശക്തിയായിട്ട് കേന്ദ്രത്തിൽ അതിന് വേണ്ട പണിയെടുക്കുകയും വേണം. കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തത്തിലും നമ്മൾ. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ദാരിദ്ര്യം ഇല്ലവർക്കല്ല ഈ കാർഡ് കൊടുക്കുന്നത്, BPL കാർഡ്. ഏറ്റവും പണം പിന്നെ 5-6 വണ്ടിയില്ലവർക്കും ഒരുപാട് കൃഷി ഭൂമിയില്ലവർക്കും അല്ലാതെ ഇപ്പം ഈ BPL അറ്റ് കൊടുത്തിട്ട് APLകാർക്കോ ഒന്നുമില്ലാത്തവരാണ് APLലുള്ളത്. അങ്ങനെ ശരിയാവില്ല. ഏകദേശം 7-6 ലക്ഷം മറ്റും ആൾക്കാരിപ്പം അപേക്ഷ കൊടുത്ത് കിടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അത് അതിലെ പ്രശ്നപരിഹാരം കണ്ടതിന് ശേഷം കൊടുക്കുന്നതാണ്. അതുവരെ ഈ നില തുടരുന്നതിന് ഒരു തെറ്റുമില്ല. കാരണം റേഷൻ കിട്ടാത്ത പ്രശ്നങ്ങളോ റേഷനരി വാങ്ങാൻ പറ്റാത്ത സാഹചര്യമോ ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ് ജനങ്ങളെ വേണ്ട വിധത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഈ വൈകുന്നത്. ശരിയായിട്ട് പോകുന്നത് വരെ നമ്മൾ ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ BPL ലിസ്റ്റിൽ ഒരുപാട് അനർഹർ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം നടത്തി അർഹതപ്പെട്ടവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന് ഈ 8ാം വാർഡിൽപ്പെട്ട വാർഡ് മെമ്പർക്ക് അദ്ദേഹത്തിൻ്റെ ഭർത്താവിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെൻഷനുണ്ട്. എന്നിട്ട് വേണം ആ മെമ്പർ ഈ BPL ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്നു. സാധാരണ ഒരു നേരത്തെ കഞ്ഞുകുടിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ട ജനങ്ങളൊക്കെ APL ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലിസ്റ്റ് പൂർണ്ണമായി റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന്റെ അവസാന വാക്ക് KVDS. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണിവയൽ സ്കൂൾ പ്രധാനാധ്യാപകനെ സ്ഥലം മാറ്റിയ സംഭവം. സ്കൂൾ സംരക്ഷണ സമിതിയും വിദ്യാർത്ഥികളും AE ഓഫീസ് ഉപരോധിച്ചു. സ്കൂളിൽ ഹാജരാകാതെയും വിദ്യാർത്ഥികൾ. കുഞ്ഞിമംഗലത്തെ വിദ്യയുടെ തിരോധാനം. DYFI പ്രവർത്തകർ രംഗത്ത്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അധികൃതരിൽ സമ്മർദ്ദം ചെലുത്താനും തീരുമാനം. പുതിയങ്ങാടി ഫിഷറീസ് പരിസരത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ജനങ്ങൾക്ക് ദുരിതമാകുന്നു. കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തം. വായ്പെടുത്ത തുക കൊണ്ട് വിളവിറക്കിയില്ലെങ്കിലും നെല്ല് സംഭരണം പാളിയതോടെ പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുകയാണ് കർഷകർ. കാണാം പുതിയ കാർഷിക പദ്ധതി. കണ്ണീര് കൊയ്യുന്ന കർഷകർ. ജീവകാരുണ്യ രംഗത്ത് സാന്ത്വനത്തിന്റെ കരസ്പർശവുമായി തൃക്കരിപ്പൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.